CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ പുതുക്കാത്തതിന്റെ കാരണങ്ങളാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു 3 കാരണങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറയാൻ പോകുന്നത്. വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഏതാണ്ട് 2 ദിവസത്തോളമായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർക്കിടയിൽ നടക്കുന്ന ഒരു ചർച്ചയാണ് ദിമിത്രിയോസ് ഡയമൻഡക്കോസിന്റെ ബ്ലാസ്റ്റേഴ്സിലെ ഭാവി എന്ത് എന്നുള്ളത്. ഇതുവരെ ക്ലബ്ബുമായി കരാർ പുതുക്കാതെ താരം ക്ലബ്ബ് വിടുമെന്ന റൂമറുകൾ ശക്തമായി പ്രചരിക്കുകയാണ്. നിലവിൽ ISLലെ തന്നെ 4ഓളം ക്ലബ്ബുകൾ താരത്തിന് പിന്നാലെ ഉണ്ട് എന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മർഗുല ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് ഇതെല്ലാം റൂമറുകളാണ് എന്ന് മാത്രമാണ്. ഏതായാലും മാർക്കസിന്റെ ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് വെറും ഒരു റൂമർ മാത്രമാണെന്ന്. പക്ഷേ ഏതായാലും നിലവിൽ ഒന്നും തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഭാഗത്തു നിന്നും ദിമിത്രിയോസിന്റെ കരാർ പുതുക്കുന്ന കാര്യത്തിൽ ഒരു റിപ്പോർട്ടും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. എന്തുകൊണ്ടാവും കേരള ബ്ലാസ്റ്റേഴ്സും ദിമിത്രിയോസ് ഡയമൻഡക്കോസും തമ്മിലുള്ള കരാർ പുതുക്കൽ ചർച്ച വിജയിക്കാതെ പോയത്? എന്തുകൊണ്ടാവും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്നതിൽ വിമുക്തത കാണിക്കുന്നത്? ഇതിനെക്കുറിച്ചുള്ള പ്രധാനമായിട്ടുള്ള 3 കാരണങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. ആദ്യത്തെ ഒരു കാരണം എന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ കിരീട ക്ഷാമം തന്നെയാണ്. ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ഇന്ത്യയിൽ ഒരു കിരീടം മാത്രമാണ് ലക്ഷ്യമിടുന്നത്. ദിമി ടീമിൽ എത്തിയതിനു ശേഷം 6 കിരീട പോരാട്ട ടൂർണമെന്റുകളിൽ അദ്ദേഹം ലീഗുകളിൽ ബ്ലാസ്റ്റേഴ്സിനായി മത്സരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഒന്നിൽ പോലും കിരീടം നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ഇനി ക്ലബിന് കിരീടം നേടാൻ സാധിക്കുമെന്ന കാരണത്തിലും താരത്തിന് ആത്മവിശ്വാസം കുറഞ്ഞിട്ടുണ്ട്. ഇതോടെയാണ് മറ്റു ക്ലബ്ബുകളിൽ ചേർന്നാൽ തനിക്ക് ഇന്ത്യയിൽ കിരീടം നേടാനാവുമെന്ന തന്റെ ആഗ്രഹം നിറവേറ്റാൻ കഴിയുമെന്നും ദിമിക്ക് തോന്നിയതും കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ കരാർ പുതുക്കലിനോട് അനുകൂലമായി ദിമി പ്രതികരിക്കാത്തതും. ഇനി രണ്ടാമത്തെ കാരണമായി പറയുന്നത് AFC മത്സരമാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ഇതുവരെ കളിച്ചത് ആഭ്യന്തര ലീഗ് ടൂർണമെന്റ് മത്സരങ്ങൾ മാത്രമാണ്. ഇതുവരെ ബ്ലാസ്റ്റേഴ്സിനെ പ്രതിനിധീകരിച്ച് AFC മത്സരങ്ങൾ കളിക്കാൻ ദിമിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ നിലവിൽ ദിമിക്ക് മുന്നിൽ ഓഫർ വെച്ച ഈസ്റ്റ് ബംഗാൾ ഇത്തവണ സൂപ്പർ കപ്പ് വിജയിച്ച് അടുത്ത സീസണിലെ AFC കപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട്. കൂടാതെ ദിമിക്ക് മുന്നിൽ ഓഫർ വെച്ച മറ്റൊരു ക്ലബ്ബാണ് മുംബൈ സിറ്റി FC. മുംബൈയും ഇത്തവണ ലീഗ് ഷീൽഡ് നേടി AFC കപ്പിന് യോഗ്യത നേടാൻ സാധ്യത കൂടുതലുള്ള ഒരു ടീമാണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് ഇനി എത്ര ശ്രമിച്ചാലും AFC കപ്പിന് യോഗ്യത നേടുവാൻ സാധിക്കുകയില്ല. ഇതും ദിമിക്ക് ബ്ലാസ്റ്റേഴ്സിനോട് പ്രതികൂലമായി പ്രതികരിക്കാൻ കാരണമായിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാരണമായി പറയുന്നത് പ്രതിഫലം തന്നെയാണ്, അഥവാ സാലറി. നമുക്കറിയാം നിലവിൽ ദിമിത്രിയോസ് ഡയമൻഡക്കോസിന് മുന്നിലേക്ക് എത്തിയ ഓഫറുകളിലെല്ലാം അഥവാ കരാറുകളിലെല്ലാം തന്നെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ തനിക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലവും ആനുകൂല്യവും അടങ്ങുന്ന കരാർ വാഗ്ദാനങ്ങളാണ്. ഈ ഒരു കാരണവും ദിമിത്രിയോസ് ബ്ലാസ്റ്റേഴ്സിൽ കരാർ പുതുക്കുന്നതിനോട് വിമുഖത കാണിക്കാൻ കാരണമായിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഈസ്റ്റ് ബംഗാളിലേക്ക് ദിമിത്രിയോസ് ഡയമൻഡക്കോസ് പോകുമെന്ന റൂമർ മാർക്കസ് ഏതായാലും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സുമായുള്ള കോൺട്രാക്ട് അവസാനിപ്പിക്കുന്ന ദിമിത്രിയോസ് ഡയമൻഡക്കോസ് തന്റെ നാട്ടിലേക്ക് അഥവാ ഗ്രീസിലേക്ക് മടങ്ങിപ്പോവാനും സാധ്യതകൾ കാണുന്നുണ്ട്. കൂടാതെ താരം മറ്റൊരു ISL ക്ലബിലേക്ക് പോവുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ എല്ലാവരെയും തന്നെ ഒന്ന് സങ്കടത്തിലാക്കുകയും ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്യും. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് സഹൽ അബ്ദുസമദ് എന്ന മലയാളി താരം. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.